116 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 116. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ട് അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിലെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഫോഷ്ക് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണിക്കെ കഴിക്കും. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിലെ പ്രാകാരങ്ങളിലും യെരൂശലേമിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെയും അവൻ്റെ സകല ജനവും കാണിക്കെ കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, രക്ഷയുടെ പാനപാത്രമെടുത്ത് അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തക്കവിധം വിടുതലിൻ്റെ ഒരു പെസഹ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതി. സകല ജനവും കാണുകെ ഞങ്ങളുടെ വഴിപാടുകൾ, നേർച്ചകൾ കർത്താവിൻ്റെ മുൻപാകെ സമർപ്പിക്കുവാൻ തക്കവിധം ഈ പെസഹ രാത്രി ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം കരയറ്റുന്നു. പാതാളവേദന അനുഭവിച്ചപ്പോഴും കഷ്ടവും സങ്കടങ്ങളും കടന്നു വന്നപ്പോഴും മരണപാശങ്ങൾ ചുറ്റപ്പെടുന്ന അനുഭവം കൊണ്ടായിരുന്നപ്പോഴും ചെങ്കടൽ പിളർന്ന് കനാം ദേശത്തിലേക്ക് വഴി നടത്തിയ ദൈവസ്നേഹം ഒരു പെസഹ കൂടെ അനുഭവിക്കുവാൻ തക്കവിധം അവിടുത്തെ സന്നിധി ഞങ്ങൾ സമർപ്പിതരാകുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയോടുകൂടെ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കടന്നു വരുമ്പോൾ തടസ്സമായി നിൽക്കപ്പെടുന്ന ചെങ്കടലിനെ പോലുള്ള പ്രതിസന്ധികളെ പെസഹാചരണത്തിൽ കൂടെ നീങ്ങിപ്പോകുവാനും ഒരു പുതിയ ജീവിതം ദൈവകൃപയാൽ സ്വന്തമാക്കുവാനും കൃപയേകുമാറാകണമേ. നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും ഇന്ന് അങ്ങയുടെ മുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും പാപ അനുഭവങ്ങളൊക്കെയും അങ്ങയോട് കൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും ദൈവികമായ പാപമോചനത്തിൻ്റെ അനുഭവത്തെ ഈ പെസഹ ആചരണത്തിൽ കൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധന എവിടെ നിന്ന് മാനിച്ച് അനുഗ്രഹിക്കണമേ. ദൈവാലയത്തിൻ്റെ അകത്തളങ്ങളിലായിരിക്കുന്നവരെയും ദൈവാലയത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന എല്ലാവരെയും വചനം കൊണ്ട് കർത്താവ് നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. പെസഹ നൽകപ്പെടുന്ന ഓർമ്മ പുതുക്കലിൻ്റെ ആ ഒരു തിരുവത്താഴ് ശുശ്രൂഷ അനുഭവിക്കുവാനും അതിൽ പങ്കുചേരുവാനുമുള്ള ദൈവശക്തി ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്നേ ദിവസം കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുവാൻ, പാനം ചെയ്യുവാൻ, പുതുതായി അവിടുത്തെ മേശയിൽ അംശികളായി തീരുവാൻ തക്കവിധം അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന, നിയോഗിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും അങ്ങ് ആശീർവദിക്കുമാറാകണമേ. അവർ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യാദികൾ ദൈവകൃപയാൽ മനസ്സിലാക്കുവാൻ ദൈവം അനുവാദം നൽകി. കഴിഞ്ഞ നാളുകളിൽ തിരിച്ചറിയ ജ്ഞാനമുഖാന്തരം ഇന്ന് കർത്താവിൻ്റെ ശരീരത്തിൽ അംശികളായി തീരുവാനായി
കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ തിരുസന്നിധിയിലേക്ക് കർത്താവെ കടന്നു വരുവാൻ ഇടവരുത്തണമെന്ന് യാചിക്കുന്നു. അവിടെ ഒരുക്കത്തിൽ കർത്താവ് കൂടെ ഇരിക്കണമേ. ദൈവസനിൽ അവരേറ്റ് ചൊല്ലുന്ന വിശ്വാസം ഒക്കെയും അവിടെ നിന്ന് അറിയുന്നു. ദൈവത്തിൽ ആശ്രമിച്ചുകൊണ്ട് വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു പുതിയ അനുഗ്രഹം സ്വന്തമാക്കി ആലയമട്ട് മടങ്ങുവാൻ കൃപയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ശുശ്രൂഷയുടെ അധ്യവസനം കൂടെ ഇരിക്കണമേ. കർത്താവിൻ്റെ മേശയിൽ കടന്നു വരുവാനും അവിടെ നിന്ന് ഞങ്ങളെ അനുവദിക്കണം. എല്ലാ തടസ്സങ്ങളും നീക്കണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. അപ്പോൾ നമുക്കിരിക്കാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി. നമ്മുടെ കീർത്തന പുസ്തകത്തിൽ 505 കീർത്തനം, പുതിയ കീർത്തന പുസ്തകം 47. ആനന്ദമായി പരമാനന്ദമായി നന്ദിയാലുള്ളവും നിറഞ്ഞിടുന്നതാം നാം ഹല്ലേലൂയ സ്തുതി പാടിടുவோம். നന്ദിയാലുള്ളവും നിറഞ്ഞിടുന്നതാം നാം ഹല്ലേലൂയ സ്തുതി പാടിടുவோம். കണ്ണി പോൽ നമ്മെ കാത്തിടുന്ന അൻപേരും രക്ഷകൻ നമുക്കില്ലയോ. ശത്രുവിൻ കൈകളിൽ വീണിടാതെ കർത്തന്റെ കരങ്ങളിൽ വഹിച്ചിടുന്ന അത്ഭുതമായി നമ്മെ നടത്തുവതേ. ആനന്ദമായി പരമാനന്ദമായി നന്ദിയാലുള്ളവും നിറഞ്ഞിടുന്നതാം നാം ഹല്ലേലൂയ സ്തുതി പാടിടുவோம். നന്ദിയാലുള്ളവും നിറഞ്ഞിടുന്നതാം നാം ഹല്ലേലൂയ സ്തുതി പാടിടുவோം. അഗ്നിയിൽ കൂടെ നടന്നാലും ആഴിയിൽ കൂടെ നാം കടന്നാലും ശോധന പലതും പെരുകിടിലും അവൻ നമ്മെ നടത്തിടുന്നു. അത്ഭുതമായി നമ്മെ നടത്തുവതേ. ആനന്ദമായി പരമാനന്ദമായി നന്ദിയാലുള്ളവും നിറഞ്ഞിടുന്നതാം നാം ഹല്ലേലൂയ സ്തുതി പാടിടുவோம். നന്ദിയാലുള്ളവും നിറഞ്ഞിടുന്നതാം നാം ഹല്ലേലൂയ സ്തുതി പാടിടുவோம். നിത്യമജീവനെ നൽകിടുവാൻ മേഘത്തിൽ താൻ വരും ദൂതരുമായി കോടാനുകോടി യുഗങ്ങളുമായി നിത്യയുഗങ്ങളായി വാണിടുമേ. അത്ഭുതമായി നമ്മെ നടത്തുവതേ. ആനന്ദമായി പരമാനന്ദമായി നന്ദിയാലുള്ളവും നിറഞ്ഞിടുന്നതാം നാം ഹല്ലേലൂയ സ്തുതി പാടിടുவோം. നന്ദിയാലുള്ളവും നിറഞ്ഞിടുന്നതാം നാം ഹല്ലേലൂയ സ്തുതി പാടിടുவோം. തിരുവത്താഴാരാധനക്രമം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥ ഹൃദയത്തോടെടുത്തു വന്നു നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവേ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയോ ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിൽ ഉള്ളത്. ആകാശത്തെയും ഭൂമിയുണ്ടാക്കിയത് അവനല്ലോ. ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കിയും നമ്മുടെ പാപങ്ങളെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തോട് നമുക്ക് ഏറ്റുചൊല്ലാം. ഒരു നിമിഷം മൗനമായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും കർത്താവിനോടുകൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പെസഹ സ്ഥാപിക്കുമ്പോഴും ക്രിസ്തു എങ്ങനെ ഓർമ്മപ്പെടുത്തി, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനായി ചൊരിയപ്പെട്ട നുറുക്കപ്പെട്ട എൻ്റെ ശരീരം, എൻ്റെ രക്തം, ഇത് വാങ്ങി ഭക്ഷിക്കുവൻ, വാങ്ങി പാനം ചെയ്യുവൻ. ഈ രാത്രി പെസഹയുടെ സ്ഥാപിതമാകുന്ന നിമിഷങ്ങളെ ഞാൻ എന്ന വ്യക്തി ഓർക്കുമ്പോൾ എൻ്റെ പാപത്തിന് പരിഹാരമായി എൻ്റെ കർത്താവ് എനിക്ക് നൽകിയ ഈ സാക്രമെൻറ്റ് ഞാൻ അനുഭവിക്കുവാൻ യോഗ്യനാണോ എന്ന് എന്നോട് എനിക്ക് ചോദിക്കാം. കർത്താവിൻ്റെ മേശയിൽ നുറുക്കപ്പെടുന്ന ശരീരവും രക്തവും അയോഗ്യമായി അനുഭവിക്കുക അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പാപം ഏറ്റുപറഞ്ഞ് പാപം മോചനം സ്വന്തമാക്കി യോഗ്യതയോടുകൂടെ അനുഭവിക്കേണ്ടതാണ് കർത്താവിൻ്റെ സാക്രമെൻറ്റ്. ഇതിലേക്ക് വേണ്ടി ഈ പെസഹ രാത്രിയിൽ നമ്മുടെ പാപങ്ങളെ നമുക്ക് തിരിച്ചറിയാം. ബഹുവിധമായ പാപത്തിൽ കൂടെയൊക്കെ അറിഞ്ഞും അറിയാതെയും നാം കടന്നു പോയിട്ടുണ്ട്. പാപത്തിൻ്റെ തീവ്രമായ അനുഭവങ്ങൾ എന്നിൽ വന്നു പോയിട്ടുണ്ട്. പാപം ചെയ്യരുതേ എന്നാഗ്രഹിച്ചിടത്തൊക്കെയും പിശാച് പലവിധമായ തന്ത്രങ്ങളാൽ പാപത്തിൽ എന്നെ കൊണ്ട് ചെന്നെത്തിച്ചു. പിശാച് തന്ത്രം മെനഞ്ഞ് പാപം ചെയ്യുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചു. പിശാചിൻ്റെ പ്രേരണയാൽ പാപം ചെയ്തു പോയി. കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി എന്ന് നിന്നോട് ഏറ്റു പറയുന്നു. കർത്താവേ, ഞാൻ അനേക പാപം അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. ഈ സാക്രമെൻറ്റിനാൽ എൻ്റെ പാപത്തെ ക്ഷമിച്ച് എനിക്കവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പാപമോചനവും ജീവനും രക്ഷയും തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് യാചിക്കാം.
40 ദിവസം മരുഭൂമിയിൽ പ്രാർത്ഥിച്ച ക്രിസ്തുവിനെ തകർക്കുന്ന വിധത്തിൽ പിശാച് പ്രലോഭനങ്ങളുമായി കടന്നു വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോ. എങ്കിലും നമുക്ക് പ്രലോഭനങ്ങൾ വന്നപ്പോൾ അങ്ങനെ പറയുവാനായിട്ട് കഴിഞ്ഞില്ല. സാത്താൻ്റെ പ്രലോഭനങ്ങൾ വഴുതി വീഴുന്നു. നോമ്പ് പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ചു. എന്നാൽ ഇടത്താവളങ്ങളിലേക്കുള്ള ചേക്കേറിനാൽ നോമ്പ് ലംഘിച്ചു. നോമ്പ് നഷ്ടപ്പെടുത്തി, ഉപവാസം പ്രാർത്ഥന നഷ്ടപ്പെടുത്തി. നാഥ, ആ എല്ലാ പാപങ്ങളെയും നിന്നോട് ഏറ്റുപറയുന്നു എന്ന് ദൈവത്തോട് നമുക്ക് പറയാം. നമ്മുടെ എല്ലാ പാപങ്ങളെയും, നമ്മുടെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന, നമ്മുടെ ശരീരത്തെ വേദനപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പാപങ്ങളെയും ഏറ്റുപറയാം. ഈ ബലിപീഠത്തിലേക്ക് വരുമ്പോൾ, ഈ ആൾത്താരയിലേക്ക് വരുമ്പോൾ വിശ്വാസത്തോടു കൂടെ വരാം. ദൈവം എൻ്റെ പാപം ക്ഷമിക്കും, ദൈവം എൻ്റെ പാപം പൊറുക്കും. അവർ വിശ്വാസത്തോടുകൂടെ ഈ ബലിപീഠത്തിലേക്ക് വരുവാനായിട്ടുള്ള യോഗ്യത നമുക്ക് തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടെ അപ്പവും രക്തവും ഭക്ഷിച്ച് പാനം ചെയ്ത് ഒരു പുതിയ ജീവിതം സ്വന്തമാക്കുവാൻ, എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ, പാപമാവുന്ന തടസ്സങ്ങളെ അവിടെ നീക്കിത്തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് പാപികളായ ഓരോ മനുഷ്യരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, പോക, ഇനിമേൽ നീ പാപം ചെയ്യരുത്. ഈ പെസഹ രാത്രിയിൽ തിരുവത്താഴത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരുങ്ങുന്ന നിന്നോടും വചനം പറയുന്നുണ്ട്, പോക, ഇനി പാപം ചെയ്യരുത്. കർത്താവേ, പാപം ചെയ്യാതെ വണ്ണം ജീവിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ മേശയിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അരിഷ്ടപാപിയായി ഞാൻ നിൻ്റെ മുമ്പിൽ താഴ്ത്തി നിൻ്റെ കൃപയും ക്ഷമയും യാചിക്കുവാനായി അടുത്തു വരുന്നു. ഞാൻ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബഹുവിധമായ പാപങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ദുഃഖത്തോടെ ഏറ്റുപറയുന്നു. ദയുള്ള കർത്താവേ, എന്നെ ന്യായമായി തള്ളിക്കളയേണ്ട നരകത്തിലിടരുതേ. ദൈവമേ, എൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടമരണങ്ങൾ നിമിത്തം ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം ക്ഷമിച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ വീണ്ടും പാപത്തിനായി പരീക്ഷിക്കപ്പെട്ടാൽ എന്നെ അതിന് വിടാതെ അതിനെ വെറുക്കുന്നതിനും നിന്റെ പ്രിയപൈതലായി നടക്കുന്നതിനും പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ബുദ്ധിയും ശക്തിയും തരണമേ. ഒടുവിൽ ഞാൻ മരിക്കുമ്പോൾ നിന്റെ സ്വർഗരാജ്യത്തിൽ വന്നു ചേരുവാൻ എന്നെ ഒരുക്കണമേ. ആമേൻ. ഞാനിപ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ പാപം സംബന്ധിച്ച് നിങ്ങൾ മനഃപൂർവ്വമായി അനുതപിക്കുന്നു എന്നും നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് നിങ്ങളുടെ പാപമുള്ള നടപ്പിനെ ഇതുമുതൽ നന്നാക്കും എന്നും ഉള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സത്യമായ ഏറ്റുപറച്ചിൽ തന്നെയോ തന്നെയെങ്കിൽ അതേ എന്ന് ഏറ്റുപറയണം. വിളിക്കുകയും നിയമിക്കുകയും ചെയ്യപ്പെട്ട ശുശ്രൂഷകനായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ ഏറ്റുപറച്ചിലെ ദൈവത്തിൻ്റെ കൃപയെ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. അതായത് എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരണമായും യേശുക്രിസ്തുവിന് പകരമായും പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. പെസഹാ ദിനത്തേക്കുള്ള ആരംഭവാക്യം വിശുദ്ധ ചൊവ്വാഴ്ച ദിനത്തേക്കുള്ള ആരംഭവാക്യം പിൻപറ്റാം. എനിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവേ അല്ലാതെ അവനിൽ ജീവനും രക്ഷയും മരണത്തിൽ നിന്നുള്ള പുനരുദ്ധാനമുണ്ട്. അവൻ നമ്മെ വീണ്ടെടുക്കുകയും സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മോട് കൃപ ചെയ്തു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു ഭൂമിയിൽ ദേവപ്രസാദ മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശു ക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവരായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളോരേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളേണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ നീ മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിന്റെ നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ ഒരു സാക്രമെന്റ് അവിടുത്തെ കഷ്ടമരണങ്ങളുടെ സ്മാരക ചിഹ്നം ഞങ്ങൾക്ക് നൽകിയ കർത്താവായ യേശുവേ, അവിടുത്തെ വീണ്ടെടുപ്പിൻ്റെ ഫലങ്ങൾ സദാ ഞങ്ങളിൽ കാണപ്പെടത്തക്കവണ്ണം അവിടുത്തെ ശരീരമാകുന്ന സാക്രമെന്റിനെ അനുഭവിക്കുവാൻ കൃപ ചെയ്യണമെന്നു പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുകൂടെ ഏകദൈവമായി എന്നേക്കും ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഈ സമയം പിടിപ്പണ നേർച്ച സമർപ്പിക്കുന്നതിലേക്കായി ഗാനമാലപിക്കും. പിടിപ്പണ നേർച്ച സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഭയാനകരമാകുന്ന ജീവിതത്തിൻ്റെ താഴ്വാരങ്ങളിൽ നിന്നും ക്രൂശിൻ്റെ രക്ഷയാൽ ഞങ്ങളെ പൊക്കിയെടുക്കുകയും കണ്ണുനീരിൻ്റെ താഴ്വാരത്തു നിന്നും തീവ്രമാകുന്ന വേദനകളുടെ നടുവിൽ നിന്നും അവിടുത്തെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്ന ക്രിസ്തുവേ, അവിടുത്തെ സ്നേഹം ഒരിക്കൽ കൂടെ രുചിച്ചറിയപ്പെടുന്ന പെസഹയുടെ രാത്രിയാമം കർത്താവ് നൽകപ്പെട്ട വചനത്തോടൊപ്പം ചേർന്ന്
കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതി കരയിറ്റുന്നു. പിടിപ്പണ നേർച്ചയുമായി ദൈവസ്ഥാനിലായിരിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളുടെ മേൽ ദൈവകൃപ പകരണമേ. കഴിഞ്ഞ അനേക നാളുകൾ ശാരീരികമായി മാനസികമായി പലവിധമായ കഷ്ടതകളും വേദനകളും പ്രിയപ്പെട്ടവർ അനുഭവിച്ചുവല്ലോ. അങ്ങയോടുകൂടെയുള്ള പ്രാർത്ഥന അവിടുന്ന് കേട്ടു. നിരന്തരം ദൈവസന്നിധിയിൽ വഴിപാടുകളുമായി കടന്നു വരുവാൻ ദൈവം അനുവദിച്ചു. കണ്ണുനീർ തുടച്ച ഞങ്ങളുടെ ക്രിസ്തുവേ, ഈ പ്രിയപ്പെട്ടവർ അനുഭവിച്ച വേദനകളുടെ മേന്മകൾ അവിടുന്ന് ഏറ്റെടുക്കുകയും അവിടുത്തെ ക്രൂശമരണത്താൽ ഇവർക്ക് സൗഖ്യവും വിടുതലും അങ്ങ് നൽകിയതിനായി സ്തോത്രം. ശ്രീ സുശീലൻ അവരുകളെ അവിടെ ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളുകൾ കൊണ്ട് കഫക്കെട്ടിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെട്ടു ജോലികൾക്ക് പോലും പോകുവാൻ കഴിയാതെ ശാരീരികമായും മാനസികമായും തകർന്നു പോയ അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ ദൈവ പ്രിയ പിതാവിനെ അവിടുന്ന് ബലപ്പെടുത്തി ആരോഗ്യമുള്ള ശരീരം നൽകിയതിനായി സ്തുതി. സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ ഞങ്ങളുടെ നാഥ, പ്രിയമകൻ്റെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാക്കി വീണ്ടും തീർത്തതിനായി സ്തുതിയും സ്തോത്രവും കരയിറ്റുന്നു. അവിടുത്തെ ഹിതപ്രകാരം മുന്നോട്ട് പോകുവാൻ അനുവദിക്കണമേ. കർത്താവേ, പ്രിയമകന് വേണ്ടി കുടുംബം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ അവിടുന്ന് കേട്ടുവല്ലോ. അവർ കഴിച്ച വഴിപാടുകൾ അവിടുന്ന് അറിയുന്നുമില്ലപ്പാ. അവിടെ നേർച്ചകൾ പൂർത്തീകരിക്കുവോളം പ്രിയദാസന് അവിടുന്ന് കരങ്ങളെടുക്കുമാറാകണമേ. അവിടുത്തെ മഹനീയമായ ശുശ്രൂഷകൾ പ്രാർത്ഥനയോടുകൂടി പങ്കുചേരുവാൻ തക്കവിധം അവിടുന്ന് ഹിതമാണെങ്കിൽ അവിടുന്ന് നിയോഗിക്കണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇരുവരുമായിരിക്കുന്ന ജീവിതത്തെ കർത്താവ് മനുഷ്യ അനുഗ്രഹിക്കണമേ. അവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. കുടുംബജീവിതത്തിൽ കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എപ്പോഴും യാചന കേൾക്കുന്നവനായി കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ശേഷം കർത്താവിൻ്റെ സ്ഥലം നന്ദിയോടുകൂടി ജീവിപ്പാൻ ഇടവരുത്തണം. ക്രൈസ്തവനാൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹ ആശീർവാദം നിങ്ങളോടും ജീവിതത്തോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം 314 കീർത്തനം ആലപിക്കാം. പുതിയ കീർത്തന പുസ്തകം 341, 314, 341. ദേഹം ദേഹി ആത്മാവൊന്നാകെ
നല്ല വിചാരങ്ങൾ എല്ലാറ്റിലും എന്നും ഉള്ളത്തിൽ വാഴുന്ന ശക്തി നീനേകേണി എന്നെ ജീവബലിയാൽ സമർപ്പിച്ചെൻ കർത്താവേ കൈക്കൊള്ളണേ. താഴ്മ സ്നേഹം സൗമ്യത എന്റെ ജീവനായി തീർന്നിടണം. ആരോടും ദോഷമായി കോപകലുഷമായി ആരോടും ദോഷമായി കോപകലുഷമായി യാതൊന്നും ചൊല്ലാത്ത ശാന്തി നീ നൽകണം. എന്നെ ജീവബലിയാൽ സമർപ്പിച്ചെൻ കർത്താവേ കൈക്കൊള്ളണേ. സത്യസുവിശേഷമാ ജയകൊടി ഭൂവെങ്ങും സംസ്ഥാപിപ്പാൻ ആത്മജ്ഞാനവരം നൽകി സർവായുധ ആത്മജ്ഞാനവരം നൽകി സർവായുധ വർഗമെന്നെ ധരിപ്പിക്കണം കർത്താവേ എന്നെ ജീവബലിയാൽ സമർപ്പിച്ചെൻ കർത്താവേ കൈക്കൊള്ളണേ. അനുഗ്രഹീതമാവുന്ന ഈ പെസഹ രാത്രിയാമത്തിൽ വായിച്ചു കേൾക്കുള്ള തിരുവചന വേദഭാഗം വായിച്ചു കേൾക്കാം. പഴയ നിയമ വേദഭാഗം പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 12-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവ മോശയോടും അഹരോനോടും മിസ്രൈം ദേശത്ത് വച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരാ എങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവൻ്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും പുരട്ടേണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പുചീരയോടുകൂടി അത് തിന്നേണം. തലയും കാലും അന്തർഭാഗമായി തീയിൽ ചുട്ടിട്ടില്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിറ്റന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത്. പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിപ്പിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം. അത് യഹോവയുടെ പെസഹ ആകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തുകൂടി കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനൊക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവ ആകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളുടെ മേൽ രക്തം അടയാളമായിരിക്കും.
ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശകേതുവായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങളത് ആചരിക്കണം. ഇവിടെ പഴയ നിയമവേദഭാഗം കഴിഞ്ഞു. ഇന്നത്തേക്കുള്ള ലേഖനവേദഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഒന്ന് കൊരിന്ത്യർ 11-ാം അധ്യായം 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഇനി ആജ്ഞാപിപ്പാൻ പോകുന്നതിന് ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നത്. ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിനോ നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടതിന് തന്നെ. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിൻ്റെ സഭ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്തു പറയണ്ടോ? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിനു കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആമേൻ. ഇവിടെ ലേഖന വേദഭാഗം വായിച്ചു. നമുക്ക് എഴുന്നേറ്റ് ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം വായിച്ചു കേൾക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് 14-ാമത്തെ അധ്യായം 12 മുതൽ. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവൻ. അവൻ വിരിച്ചിരിക്കൊരു വന്മാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്നും അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 കൂടെ വന്നു. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവർ ദുഃഖിച്ചു ഓരോരുത്തൻ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. അവൻ അവരോട്, 12 ഒരുവൻ എന്നോടുകൂടെ താലത്തിൽ കൈ മുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ പോകുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറയും. അവർ ഭക്ഷിക്കുമ്പോൾ
അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവിൻ, ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എൻ്റെ രക്തം. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കും നാൾ വരെ ഞാൻ അത് ഇനി അനുഭവിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറയും. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയിലേക്ക് പോയി. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചു കഴിഞ്ഞു. വിശുദ്ധ വേദഭാഗം വായിച്ചു കേട്ട നാം നമ്മുടെ വിശ്വാസം നിഖ്യ വിശ്വാസ പ്രമാണമനുസരിച്ച് ദൈവസന്നിധിയിൽ ഭയഭക്തിയോടുകൂടെ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും ദൃശ്യമായവയും അദൃശ്യവയുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ഏക കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുൻപ് തന്റെ പിതാവിൽ ജനിച്ചവനും ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സാക്ഷാൽ ദൈവത്തിലുള്ള സാക്ഷാൽ ദൈവവും ജനിച്ചവൻ തന്നെ ഉണ്ടാക്കപ്പെട്ടവനല്ല. പിതാവിനോട് ഏകതത്വമുള്ളവനും സകലത്തെയും ഉണ്ടാക്കിയവനുമാകുന്നു. അവൻ മനുഷ്യനായി നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉൽപ്പാദിക്കപ്പെട്ട് മനുഷ്യനായി അവതരിച്ചു. പൊന്തിയസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും മഹത്വത്തോടെ ന്യായവിധിപ്പാൻ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്യുന്നതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏക വിശുദ്ധ ക്രിസ്തീയ അപ്പോസ്തലിക സഭയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തുള്ള ഏക തിരുസ്നാനമുണ്ടെന്ന് ഞാൻ സാക്ഷീകരിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തിന് വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. നമുക്കിരിക്കാം. കീർത്തന പുസ്തകത്തിൽ 313 കീർത്തനം, പുതിയ കീർത്തന പുസ്തകം 340, 313, 340.
എന്തൊരു സ്നേഹമീ സാധുവയോർത്തു നീ സന്താപസാഗരം തന്നിൽ വീണു. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നു മനപൈതലത്തിർക്കേണമേ. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നു മനപൈതലത്തിർക്കേണമേ. പാപം പെരുകിയ സ്ഥാനത്തു കൃപയും ഏറ്റം പെരുകിയതാശ്ചര്യമേ. പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൻ പുത്രന്റെ രാജ്യത്തിലായി. പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൻ പുത്രന്റെ രാജ്യത്തിലായി. ഈ ലോകമായയിൽ മോഹം പതിച്ചെന്റെ കാലം പാഴിൽ കളഞ്ഞിടാതെന്നിൽ സ്വർലോകരാജ്യത്തിൽ തങ്ക കിരീടത്തിലുല്ലാസമേകണേ പൊന്നേശുവേ. സ്വർലോകരാജ്യത്തിൽ തങ്ക കിരീടത്തിലുല്ലാസമേകണേ പൊന്നേശുവേ. പാപം ചെയ്യാതെന്നെ കാവൽ ചെയ്തിടുവാൻ സർവേശ്വരനെ കയ്യിലേൽപ്പിക്കുന്നു. രാപ്പകൽ നീ എന്നെ വീഴ്ചയിൽ നിന്നെന്റെ സ്വപ്നത്തിലും കൂടെ കാക്കേണമേ. രാപ്പകൽ നീ എന്നെ വീഴ്ചയിൽ നിന്നെന്റെ സ്വപ്നത്തിലും കൂടെ കാക്കേണമേ. കർത്താവു വേഗത്തിൽ മേഘങ്ങളിൽ കോടിദൂതന്മാരാർപ്പുമായി വന്നിടുമ്പോൾ എന്നിൽ കനിഞ്ഞെന്നെ മാർവോടണച്ചെന്റെ സങ്കടം തീർക്കണം രക്ഷകനേ. എന്നിൽ കനിഞ്ഞെന്നെ മാർവോടണച്ചെന്റെ സങ്കടം തീർക്കണം രക്ഷകനേ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകനെന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായ ക്രിസ്തയേശുവിൽ നിന്നും നമുക്ക് ഇവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പെസഹയുടെ ഈ രാത്രിയാമത്തിൽ അല്പസമയം ധ്യാനത്തിലുള്ള വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള എടുത്തു. വാങ്ങുവൻ, ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിന്നും കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എൻ്റെ രക്തം. പെസഹ തിരുനാളിൻ്റെ എല്ലാവിധമായ ആശംസകൾ ആദ്യമേ അറിയിച്ചുകൊള്ളട്ടെ. ഓർമ്മ പുതുക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു നോമ്പ് പ്രാർത്ഥനയോടുകൂടെ നാം തുടക്കമിട്ടു. നോമ്പിൻ്റെ ആചരണം വചനവും ആരാധനയും പ്രാർത്ഥനയുമായി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നു. ജീവിതത്തെ വചനത്തെ ഒന്ന് മുറുകെ പിടിക്കുവാനായും വചനം നമുക്ക് നൽകിയ ചില ചിന്തകളെ ഉൾക്കൊള്ളുവാനും സാധിച്ചു എന്നതും ഈ നോമ്പിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരവസ്ഥ തന്നെയാണ്. നോമ്പിൻ്റെ അവസാന നാളിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കേണ്ടത്. അതിൻ്റെ തൊട്ട് മുൻപിലുള്ള നാൾ പെസഹ ആചരണത്തിൻ്റെ നാൾ.
എന്താണ് പെസഹ എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അതിന് പ്രത്യേകിച്ചൊന്നും പറയുവാനായിട്ടില്ല. കാലാകാലങ്ങളിൽ പെസഹയെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും കേൾക്കുകയും കേൾപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പെസഹയിൽ നമുക്കുണ്ടായതുകൊണ്ട് പെസഹയുടെ പ്രാധാന്യം എന്ത് ആണ് എന്ന് നമുക്ക് വളരെ വ്യക്തമാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ പെസഹയുടെ പ്രാധാന്യത്തെ നാം ഒന്ന് തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. യേശുക്രിസ്തു തൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം ആരംഭിച്ച തന്നെ യേശു യെരുശലേമിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ തോമസ് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം എന്നാണ്. അപ്പോൾ യേശു മരിക്കുവാനായിട്ടാണ് യെരുശലേമിലേക്ക് പോകുന്നു എന്ന ഒരു ബോധ്യം ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. അത് ശിഷ്യന്മാർക്ക് ദൈവം കൊടുത്തൊരു ബോധ്യമാണ്. എന്നോട് ഞാൻ മരിക്കാനായിട്ട് പോകുന്നുണ്ട്, ഞാൻ മരിച്ച് 3 ദിവസം കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്ക ഒരു ബോധ്യം കർത്താവായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യകാലം മുതൽ തന്നെ കൊടുത്തിരുന്നു എന്നതും വ്യക്തമാണ്. അപ്പം പെസഹയുടെ ആ ഒരു ആചരണത്തിലേക്ക് വരുമ്പോൾ കർത്താവായ ക്രിസ്തു തന്നെ പറയുകയാണ്, അത് ശിഷ്യന്മാർ ക്രിസ്തുവിനോട് കൂടെ ചോദിക്കുകയാണ്, ഗുരു, നിനക്ക് പെസഹ കഴിപ്പാനായിട്ട് ഞങ്ങൾ എവിടെയാണ് ഒരുക്കേണ്ടത്? കർത്താവ് പറയുകയാണ്, നഗരത്തിലേക്ക് പോകുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നു കൊണ്ടുപോകുന്ന ഒരു പുരുഷനെ നിങ്ങൾ കാണും. അത് വ്യക്തമായി പറയുന്നു, ഒരു പുരുഷനെ നിങ്ങൾ കാണും. യഹൂദന്മാരുടെ ജീവിതമനുസരിച്ച് പുരുഷന്മാർ ഒരിക്കലും കുടുംബത്തെ ജോലി ചെയ്യത്തില്ല. എന്നാൽ ഇവിടെ ഒരു പുരുഷൻ ജോലി ചെയ്യുകയാണ്. അതൊരു അടയാളമാണ്. നിങ്ങൾ നഗരത്തിലേക്ക്, ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഒരു പുരുഷൻ ഒരു കുടം വെള്ളവുമായി പോകുന്നത് കാണും. എന്ന് പറയുമ്പോൾ വെള്ളം ചുമന്നു കൊണ്ടുപോകുന്നത് സ്ത്രീകളാണ്, അടിമകളാണ്. അടിമകളാക്ക് ആണ് ആ ഒരു ജോലി ഉണ്ടാകുന്നത്. ഇതൊരു പ്രത്യേക ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഒരു പുരുഷൻ പോകുന്നത് കണ്ട് അവൻ പോകുന്ന ഭവനത്തിൽ പോയി അവിടെയുള്ള യജമാനോട് കൂടെ സംസാരിക്കുക. യജമാനൻ ഒരു മാളിക നിങ്ങൾക്ക് കാണിച്ച് നൽകും. അങ്ങനെ യജമാനെ കാണുകയാണ്. അവിടെ പറയുന്നത് അവൻ അവർക്ക് വിരിച്ചൊരുക്കിയൊരു വൻ മാളിക കൊടുത്തു. യേശുവും 12 ശിഷ്യന്മാരും വന്ന് ആ മാളികയിൽ ഭക്ഷണത്തിന് ഇരുന്നു പെസഹ ആചരിച്ചു. ഒരു പുതിയ നിയമം കർത്താവായ ക്രിസ്തു അവിടെ സ്ഥാപിതമാക്കുകയാണ്. ഒരു പുതിയ വാതിൽ കർത്താവ് തുറന്നു. പെസഹ എന്ന് പറയുന്നത് ഒരു വാതിൽ തുറക്കപ്പെടുന്ന അനുഭവമാണ്. ആ ഒരു വാതിൽ നിന്നുകൊണ്ട് കർത്താവ് മറ്റൊരു വാതിൽ തുറക്കുകയാണ്. ആ വാതിൽ എന്ന് പറയുന്നത് പാപമോചനത്തിൻ്റെ ഒരു വാതിൽ എന്ന് ഇന്നത്തെ ധ്യാനത്തിൽ കൂടെ നാം പഠിക്കുവാനായിട്ട് പോകുന്നുണ്ട്. പെസഹ രാത്രിയിൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പെസഹ രാത്രിയിൽ നടന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഒന്നാമത് നടക്കുന്നുണ്ട്, പെസഹയിൽ യേശു വിരിച്ചു ഒരിക്കൽ വൻമാളികയ്ക്കകത്ത് കടന്നുപോയി അവിടെ പെസഹയ്ക്കുള്ള എല്ലാ സജ്ജീകരണം കണ്ട ശേഷം ഒന്നാമതൊരു സംഭവം നടക്കുകയാണ്. കൂടെ നടക്കുന്നവൻ ഒറ്റിക്കൊടുക്കും എന്ന ഒരു പ്രവചനം അവിടെ നൽകുകയാണ്. രണ്ടാമത് കർത്താവ് ചെയ്യുന്നത്, നിങ്ങളിൽ ഒരു അല്ലെങ്കിൽ പത്രോസ് എന്നെ ഒറ്റിക്കൊടുക്കും, അല്ലെങ്കിൽ പത്രോസ് എന്നെ തള്ളിപ്പറയും എന്ന രണ്ടാമത്തെ ഒരു പ്രവചനം അവിടെ നൽകുകയാണ്. തുടർന്ന് കാണുവാൻ കഴിയുന്നത് കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നുണ്ട്. അതിനുശേഷം യേശു തിരുവത്താഴം എന്ന ഒരു പുതിയ അവസ്ഥ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ആയതിനു ശേഷം സ്തോത്രം പാടി കരയുവാൻ തക്കവിധം, പ്രാർത്ഥിക്കുവാൻ തക്കവിധം പെസഹ രാത്രിയിൽ അവൻ ഒലിവുമലയിലേക്ക്, ഗെത്സമനത്തോട്ടത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് യേശുവിനെ ജനം പിടിക്കപ്പെടുകയാണ്. ഇതാണ് പെസഹ രാത്രിയിൽ നടന്നതായ സംഭവം. അതൊരു ചിത്രമായി ഒന്ന് രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ആരംഭം എന്ന് പറയുന്നത് പെസഹ രാത്രി വിരിച്ചൊരുക്കിയ വൻമാളിക നിന്നിട്ടാണ്. ഈ വൻമാളിക നിന്നിട്ടുള്ള ആരംഭം അവസാനിക്കുന്നത് ആരോരുമില്ലാത്തതായ, ഒറ്റപ്പെട്ടു പോയതായ, എല്ലാവരും ഓടി ഒളിച്ചതായ, പീഡനത്തിൻ്റെ ഒരു നിമിഷങ്ങൾ നിറയപ്പെട്ടതായ, കള്ളന്മാരുടെയും പ്രതികാര മനോഭാവത്തോടുകൂടെ നിൽക്കപ്പെടുന്നതായ ഒരു കൂട്ടം ജനത്തിൻ്റെ ഇടയിലാണ് ഈ പെസഹ ചെന്ന് നിൽക്കുന്നത്. എല്ലാവരും ഉണ്ടായ ഒരിടം വിരിച്ചൊരുക്കിയ വൻമാളിൽ നിന്നും ചെന്ന് നിൽക്കുന്നത് ആരും ഇല്ലാത്ത ഒരു ഇടത്ത് എന്ന് നാം തിരിച്ചറിയണം. അതാണ് പെസഹ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ
ഇന്നത്തെ ധ്യാനത്തിലേക്ക് നാം വരുമ്പോൾ പെസഹയുടെ 3 തലങ്ങൾ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു പെസഹയുണ്ട്, അതെങ്ങനെയാണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 2, കർത്താവ് സ്ഥാപിക്കപ്പെട്ട ഒരു പെസഹയുണ്ട്, അതിൻ്റെ അർത്ഥം എന്താണ്. 3, ഞാനും നിങ്ങളും ആചരിക്കപ്പെടുന്ന എൻ്റേതായ നിൻ്റേതായ പെസഹ എന്ത് ആണ്. ഈ 3 ചിന്തകളാണ് ഈ രാത്രിയിൽ ചിന്തിക്കുവാനായിട്ട് ഞാനും നിങ്ങളും ഒരുങ്ങുന്നത്. ഒന്നാമത്തെ ചിന്ത, പഴയ നിയമ കാലഘട്ടത്തിലെ പെസഹ. നാം ഇവിടെ വായിച്ചു കേട്ടു പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ പെസഹയുടെ ഒരു ആചരണത്തെ കുറിച്ചിട്ട്. എന്തുകൊണ്ടാണ് അവിടെ ഒരു പെസഹ ആചരിച്ചത്, എങ്ങനെയാണ് അവിടെ ഒരു പെസഹ ആരംഭിക്കപ്പെടുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പെസഹ ആചരിക്കുന്നത്. യാക്കോബ്, ഇസ്രായേൽ ഒരു കാലഘട്ടത്തിൽ ക്ഷാമം വന്നപ്പോൾ തൻ്റെ പട്ടണം വിട്ട് കുടിയേറി പാർത്ത ഒരു പട്ടണമാണ്, ഒരിടമാണ് മിസ്രൈം. അപ്പോൾ മിസ്രൈമിൽ യാക്കോബും കുടുംബം മക്കളും കുടിയേറി പാർത്തത് ക്ഷാമ കാലഘട്ടത്തിൽ നിന്നും ഒരു രക്ഷ മോചനം പ്രാപിക്കുവാനായിട്ടാണ്. എന്നാൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ, 4 പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ, രാജാക്കന്മാർ മാറി വരുമ്പോൾ, ഫറവോന്റെ ഒരു കാലഘട്ടം വരുമ്പോൾ, കുടിയേറി പാർത്തതായ ഇസ്രായേൽ ജനം ഒരു പീഡനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. വിശപ്പ് മാറ്റുവാനും വിശപ്പ് മാറുവാനും ദാരിദ്ര്യം ഇല്ലാതാക്കുവാനും ഇസ്രായേൽ കുടിയേറി പാർത്തതായ ഒരു ജനതയെ അവിടെ വിശപ്പിൻ്റെ വേദന തിരിച്ചറിഞ്ഞ് അവർക്ക് വിശപ്പിന് ആവശ്യമായ ആഹാരം കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ജീവിതാനുഭവത്തിലേക്ക് അവർ ഒന്ന് ഇറങ്ങിച്ചെന്നപ്പോൾ അവരുടെ ജീവിതം ഒരു പീഡനത്തിൻ്റെ കാലഘട്ടമായി, ഒരു വേദനയുടെ, ഒരു നിരാശയുടെ ഒരു കാലഘട്ടമായി മാറുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആണ് പെസഹ ആചരിക്കുവാൻ ദൈവം അവരെ സജ്ജീകരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി കേട്ട ദൈവം അവരെ വിടുവിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. മോശ അയക്കുന്നുണ്ട്, മോശ പോകുന്നുണ്ട്. മോശ ഫറവോനോട് സംസാരിക്കുന്നു, ഫറവോൻ വിടുന്നില്ല. 10 ബാധകൾ അയക്കുന്നുണ്ട്. ഓരോ ബാധകൾ വരുമ്പോഴും മോശയോടുകൂടെ ഫറവോൻ പറയുകയാണ്, ഞാൻ അവനെ വിടുവിക്കാം, ഈ ബാധ ഒഴിഞ്ഞു പോകട്ടെ. അങ്ങനെ ഓരോ ബാധകൾ മാറി വരുമ്പോഴും ഫറവോന്റെ ഹൃദയം കഠിനമാവുകയാണ്. വേദനിച്ച ജനത്തിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടപ്പോൾ ആ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം സ്വർഗം തുറന്ന് ഒരു മനുഷ്യനെ അയക്കുമ്പോഴും ആ മനുഷ്യനിൽ കൂടെയുള്ള വിടുതൽ സാധ്യമാക്കി കൊടുക്കുവാൻ കഴിയാതെ ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ 9 ബാധകൾ അവിടെ ആയിത്തീരുകയാണ്. 10ാമത്തെ ബാധ നമുക്കറിയാം, സംഹാരദൂതനാണ്. ഭവനത്തിലെ എല്ലാ ആദ്യ ജാതന്മാർ സംഹരിച്ച് ഇല്ലാതായി പോകുന്ന ഒരു വലിയ ബാധ ഉണ്ടാകണം. അപ്പോൾ ഈ ബാധയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവത്തിന് രക്ഷിക്കണം. അതിനുവേണ്ടി ദൈവം ജനതയോടുകൂടെ മോശ മുഖാന്തരം പറഞ്ഞു, നിങ്ങളുടെ ഭവനത്തിൽ ഒരു കുഞ്ഞാടിനെ എടുക്കണം, കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് കട്ടളവാതിൽക്കൽ പുരട്ടണം. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കട്ടളവാതിൽക്കൽ സംഹാരദൂതൻ വരുമ്പോൾ എവിടെയാണോ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടിയിരിക്കുന്ന വാതിൽ കാണുന്നത്, സംഹാരദൂതൻ ഒഴിഞ്ഞു പോകും. അതിനെ ഒരു പെസഹയായി നിങ്ങൾ ആചരിക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ നൽകിയാണ്. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൻ്റെ പെസഹ എന്ന് പറയുന്നത് വിടുതലിൻ്റെ പെസഹയാണ്, വിമോചനത്തിൻ്റെ പെസഹയാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ പെസഹയാണ്. ആ ഒരു പഴയ നിയമ കാലഘട്ടത്തിൻ്റെ പെസഹ ഇന്ന് നമ്മോടുകൂടെ പറയുന്നതും അത് തന്നെയാണ്. പിശാചിന്റെ ബന്ധനത്തിൽ നിന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പെസഹ. ചെങ്കടൽ കൂടെ നടന്നു പോകുമ്പോഴും ചെങ്കടലിന് മധ്യ എത്തിച്ചേരുമ്പോഴും ചെങ്കടലിന് 2ആയി പിളർന്ന് നിത്യ സൗഭാഗ്യത്തിന്റെ അനുഭവത്തിലേക്ക് എന്നെ നയിച്ചതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് പെസഹ. കർത്താവ് ഇസ്രായേൽ ജനത്തോടുകൂടെ പറയുകയുണ്ടായി, നിങ്ങൾ ആണ്ടുതോറും ഇത് ചെയ്യണം, നിങ്ങളിത് പുതുക്കി വരണം എന്നാണ് പറയുന്നത്. ആണ്ടുതോറും, മാസത്തിൻ്റെ 1-ാം ദിവസം ആണ്ടുതോറും നിങ്ങളിത് ചെയ്തു വരണമെന്ന് പറയുമ്പോൾ പെസഹ ആചരണം എന്ന് പറയുന്നത് ദൈവികമായ കരുതലിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ചുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അനുസ്മരണം കൂടെയാണ് പഴയ നിയമ കാലഘട്ടത്തിൻ്റെ പെസഹ എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ആചരിക്കപ്പെടേണ്ട പെസഹ എങ്ങനെയാണ്? ഞാനും നിങ്ങളും ആചരിക്കുന്ന പെസഹ എന്ത് ആണ്?
ആ പെസഹ എന്ന് പറയുന്നത് പിശാചിൻ്റെ ബന്ധനത്തിലുള്ള ഒരു മോചനം പ്രാപിക്കുന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് പ്രിയമുള്ളവരെ ഇന്ന് നാം ആചരിക്കുന്ന പെസഹ. അത് പഴയ നിയമ കാലഘട്ടത്തിൽ. പുതിയ നിയമ കാലഘട്ടത്തിൽ, രണ്ടാമത് പുതിയ നിയമ കാലഘട്ടത്തിലെ പെസഹ പറയുന്നത് ക്രിസ്തു പഠിപ്പിച്ച പെസഹ, ക്രിസ്തു സ്ഥാപിച്ച ഒരു പെസഹ ഉണ്ടായിരുന്നു. ആ പെസഹ എന്താണ്? മർക്കോസ് സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുകയുണ്ടായി. പെസഹയിൽ കുറേ കാര്യം ക്രിസ്തു അവിടെ ചെയ്യുകയാണ്. പ്രധാനമായി 3 കാര്യങ്ങളാണ് പുതിയ നിയമ കാലഘട്ടത്തിലെ പെസഹ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത് ഇവിടെ പറയുന്നുണ്ട് 14-ാമത്തെ വാക്യത്തിൻ്റെ 15-ാമത്തെ വാക്യം, 14-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, അവൻ വിരിച്ചൊരുക്കിയൊരു വൻ മാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവൻ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ കാലഘട്ടത്തിലെ പെസഹ, അല്ലെങ്കിൽ യേശു എന്നെ പഠിപ്പിച്ച, എന്നെ സാധ്യമാക്കിയെടുക്കുന്ന ഒരു പെസഹ എന്ന് പറയുന്നത് സജ്ജീകൃതമാകുന്ന ഒരു ഭവനം ഒരുക്കുന്നതായിരിക്കണം പെസഹ. സജ്ജീകൃതമാകുന്ന ഒരു ജീവിതം ഒരുക്കുന്നതായിരിക്കണം പെസഹ. എന്താണ് സജ്ജീകൃതമാകുക എന്ന് പറയുമ്പോൾ? ഒരു കുറവുമില്ലാത്ത ഒരു അവസ്ഥയാണ് സജ്ജീകൃതം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വിരിച്ചൊരുക്കി ഒരു വന്മാളിക കൊടുത്തു എന്ന് പറയുമ്പോൾ ആ വന്മാളിക്കകത്ത് ഒരു കുറവുമില്ലായിരുന്നു. മനോഹരമായ മേശയുണ്ടായിരുന്നു, ഒരു പുതപ്പുണ്ടായിരുന്നു, അതിൽ പാനപാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതിന് ചുറ്റും കസേരയുണ്ടായിരുന്നു, അവിടെ ലൈറ്റുകൾ ഉണ്ടായിരുന്നു, വെളിച്ചം പ്രകാശമുണ്ടായിരുന്നു. മനോഹരമായ തരത്തിൽ ആ ഭവനത്തെ ആ ഉടയവർ ഒരുക്കിയിരുന്നു. അപ്പോൾ വിരിച്ചൊരുക്കിയൊരു വന്മാളി കൊടുത്തു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ പെസഹ നമ്മെ പഠിപ്പിക്കുന്നത് സജ്ജീകൃതമാകപ്പെടുന്ന ഒരു ഭവനം ഒരുക്കി ഒരു പെസഹ ആചരിക്കുവാൻ നമുക്ക് കഴിയണം എന്നത് തന്നെയാണ്. എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, വിരിച്ചൊരുക്കപ്പെടുന്ന സജ്ജീകൃതമാകപ്പെടുന്ന ഒരു ജീവിതം ഈ പെസഹയിൽ എനിക്കുണ്ടാകണമെന്നതാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ മാറാലകൾ ഒന്ന് തുടച്ചു നീക്കി, എൻ്റെ ശരീരത്തിൻ്റെ പൊടികൾ ഒന്ന് തുടച്ചു നീക്കി, പെസഹ ആചരണത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ തന്നെ ഒന്ന് സജ്ജീകൃതമാക്കുവാനായിട്ട് കഴിയും. ഇന്ന് കർത്താവിൻ്റെ മേശയിലേക്ക് വരിക. അപ്പോൾ ഈ കർത്താവിൻ്റെ മേശയിലേക്ക് വരുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കണം, എൻ്റെ ഹൃദയം ഞാൻ സജ്ജീകൃതമാക്കിയിട്ടുണ്ടോ? എൻ്റെ ഹൃദയത്തിൻ്റെ പൊടികളും മാറാലുകളും അടിച്ചു നീക്കി കർത്താവിൻ്റെ ശരീര രക്തവും സ്വീകരിക്കുവാൻ തക്കവിധം സജ്ജീകൃതമാക്കിയിട്ടുണ്ടോ? ഒരു ഒരുക്കം എനിക്കുണ്ട്. അപ്പോൾ ഒരു സജ്ജീകൃതമാകുന്ന മനോഭാവത്തോടുകൂടെ പെസഹ ആചരിക്കണമെന്ന് കർത്താവ് ഒന്നാമത് നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത് കർത്താവ് പഠിപ്പിക്കേണ്ടത് 14-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, സന്ധ്യയായപ്പോൾ അവൻ 12 വന്നു എന്ന് അവിടെ. സന്ധ്യയായപ്പോൾ അവൻ 12 വന്നു, 12 പേരോടുകൂടെ വന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ എത്രയാണെന്ന് നമുക്കറിയാം, 12 പേരാണ്. ഈ 12 പേരും യേശുവിനോടൊപ്പം പെസഹ ആചരിക്കുവാൻ വിരിച്ചൊരുക്കപ്പെട്ട വൻമാളികൾ എത്തിച്ചേർന്നു എന്നത് തന്നെയാണ്. ഒരുമിച്ചുള്ള ഒരു പെസഹ ആചരിക്കുവാൻ ക്രിസ്തുവിൻ്റെ പെസഹ നമ്മെ പഠിപ്പിക്കും. ഒരുമിച്ചുള്ള ഒരു പെസഹ. ഇന്നത്തെ ആചരണം എന്ന് പറയുന്നത് ഒരുമിച്ചുള്ളൊരു പെസഹയാണ്. ഞാനും നിങ്ങളൊക്കെ ഒരുമിച്ച് ഭക്ഷിച്ച് പാനം ചെയ്ത് ഒരുമിച്ച് പാപമോചനം സമ്പാദിച്ച് ജീവൻ രക്ഷ സമ്പാദിച്ച് ഒരുമിച്ച് ജീവിതത്തിലേക്ക് നിത്യ സൗഭാഗ്യത്തിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള അനുഭവമാണ് ഇന്ന് രാത്രി നമുക്ക് നൽകുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വചന, കർത്താവിൻ്റെ പെസഹ, ആ പുതിയ നിയമ കാലഘട്ടത്തിലെ പെസഹ നമ്മെ പഠിപ്പിക്കേണ്ടത് ഒരുമിച്ചുള്ള ഒരു പെസഹ, ഒരുമിച്ച് വരുന്ന ഒരു പെസഹ ആചരിക്കുവാൻ കഴിയണം. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മനോഭാവം നമുക്കറിയാം. യേശുവിൻ്റെ ശിഷ്യന്മാർ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. അവിടെ ചുങ്കക്കാരുണ്ടായിരുന്നു, പാപികളുണ്ടായിരുന്നു, മീൻപിടുത്തക്കാരുണ്ടായിരുന്നു, ഒറ്റിക്കൊടുക്കുന്നവരുണ്ടായിരുന്നു, തള്ളിപ്പറയുന്നവർ, അങ്ങനെ വ്യത്യസ്ത മനോഭാവങ്ങളോടുകൂടി ജീവിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ ശിഷ്യക്കൂട്ടത്തിലുണ്ട്. ഈ 12 പേരും 12 സ്വഭാവക്കാരാണ്. പത്രോസ് തള്ളി പറഞ്ഞു, യോധ ഒറ്റിക്കൊടുത്തു, മത്തായി ചുങ്കക്കാരനായിരുന്നു, സബദി മക്കൾ കർത്താവിൻ്റെ വലതും ഇടത്തും ഇരിക്കുക, സ്ഥാനമോഹങ്ങളാ, അങ്ങനെ വ്യത്യസ്ത മനോഭാവങ്ങളുള്ള എല്ലാവരും ഒന്നിച്ചു വരികയാണ്. അപ്പോൾ പെസഹ എന്ന് പറയുന്നത് ഒന്നിച്ചു വന്ന് അതിനെ ഒന്ന് ഭാഗമാകുവാനായി നൽകപ്പെട്ട, നിയോഗിക്കപ്പെട്ട ഒരു രാത്രിയാണ് പുതിയ നിയമത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് ഒന്നിച്ചു വരുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും അണുകുടുംബങ്ങളായി നമ്മുടെ കുടുംബം ഇങ്ങനെ മാറിപ്പോകും. ഒരു കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു, നമുക്ക് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നു, നമ്മുടെ സംസ്കാരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ
കൂട്ടുകുടുംബം മാറി അണുകുടുംബം, ഞാനും എന്ന ഒരു ചിന്തയിലേക്ക് കടന്നു പോകപ്പെടുന്ന അണുകുടുംബത്തിലേക്ക് വരികയാണ്. പെസഹ എന്ന് പറയുന്നത് പലപ്പോഴും ഞാനും എന്ന ചിന്തയുടെ അണുകുടുംബത്തിൻ്റെ അണുവ്യക്തിത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു പെസഹയാണ് നിങ്ങൾ ആചരിക്കുക. കർത്താവ് പെസഹ ആചരിക്കുമ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത് തന്നെയാണ് ഒരുമിച്ച് കർത്താവിൻ്റെ മേശയിൽ നിന്നും ഒരു പാനപാത്രത്തിൽ നിന്നും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുകയാണ് ഇന്ന് നാം ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ചുള്ള ഒരു പെസഹ പുതിയ നിയമം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് വന്നവർ യേശുവിൻ്റെ പെസഹ നോക്കുക, അവർ ഒരുമിച്ച് വരികയാണ്, ഒരുമിച്ച് പെസഹ ആചരിക്കുകയാണ്. യേശു പെസഹയുടെ സ്ഥാപനം അല്ലെങ്കിൽ തിരുവത്താഴത്തിൻ്റെ സ്ഥാപനം ചെയ്യുന്നതിന് മുൻപേ 2 കാര്യങ്ങൾ ശിഷ്യന്മാരോട് കൂടെ പറയുകയാണ്. 1, നിങ്ങളിൽ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കും. 2, പത്രോസ് നീ എന്നെ തള്ളിപ്പറയും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ തിരുവത്താഴം സ്ഥാപിക്കുന്ന കർത്താവ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പറയുമ്പോഴും അത് പറഞ്ഞു കഴിയുമ്പോഴും അവരും യേശുവിനോടും പെസഹ ആചരിച്ചു എന്നതാണ്. പെസഹയ്ക്ക് ശേഷമാണ്, തിരുവത്താഴം സ്വീകരിച്ച ശേഷമാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനും യേശുവിനെ തള്ളിപ്പറയുവാനും അവരവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി പോകുന്നത്. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലെ പെസഹ രണ്ടാമത് എന്നെ പഠിപ്പിക്കുന്നുണ്ട്. പെസഹ എന്നത് ഒരുമിച്ച് അനുഷ്ഠിക്കേണ്ട ഒരു പ്രക്രിയ തന്നെയാണ്. മൂന്നാമത് പുതിയ നിയമത്തിലെ പെസഹ നമ്മെ പഠിപ്പിക്കുന്നത് 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, പാപമോചനം സ്ഥാപിക്കപ്പെടുമ്പോൾ അതേ പാപമോചനം സ്വീകരിക്കുന്ന ഒരു പെസഹയായി ഇതിനെ ഒന്ന് മാറ്റുവാൻ കഴിയണം. പാപമോചനം സ്ഥാപിക്കുകയാണ്. കർത്താവായ ക്രിസ്തു എന്താ പറയുന്നത്? പെസഹയുടെ രാത്രി പറയുന്നുണ്ട്, ഇത് വാങ്ങി ഭക്ഷിപ്പൻ, നിങ്ങളുടെ പാപത്തിന് വേണ്ടി ചൊരിയപ്പെട്ട, നിങ്ങളുടെ പാപത്തിന് വേണ്ടി നുറുക്കപ്പെട്ട എൻ്റെ ശരീരം, എൻ്റെ രക്തം, എൻ്റെ ഓർമ്മയ്ക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ പെസഹ തിരുവത്താഴം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം പൂർത്തീകരിക്കേണ്ടതെന്നല്ല, അത് കാലാകാലം ദിവസം തോറും ഒന്ന് പുനഃസ്ഥാപിച്ചെടുക്കേണ്ടതാണ് തിരുവത്താഴം എന്ന വിശുദ്ധമായ സാക്രമെൻറ്റ്. ഓരോ നാളുകളിലും എന്നിൽ പുനഃസ്ഥാപിച്ചെടുക്കേണ്ട ഒരു സാക്രമെൻറ്റ് തന്നെയാണ്. ആയതുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ പെസഹ എന്നെ പഠിപ്പിക്കേണ്ട പാപമോചനം നൽകിയതാണ് പുതിയ നിയമത്തിലെ പെസഹ. 2 കാര്യങ്ങൾ പഠിച്ചു. പഴയ നിയമത്തിലെ പെസഹ അത് വിമോചനത്തിൻ്റെ പെസഹയായിരുന്നു, വിമോചനത്തിൻ്റെ ഓർമ്മപ്പുതുക്കളുടെ പെസഹയായിരുന്നു. 2 പുതിയ നിയമ കാലഘട്ടത്തിൽ ക്രിസ്തു ആചരിച്ച, ക്രിസ്തു പഠിപ്പിച്ച പെസഹ എന്ന് പറയുന്നത് അത് ഒരുമിച്ച് വരുന്ന, കൂട്ടായ്മ ആചരിക്കപ്പെടുന്ന, സജ്ജീകൃതമാകുന്ന ജീവിതം അനുഭവിക്കപ്പെടുന്ന, പാപമോചനം സ്വന്തമാക്കപ്പെടുന്ന ഒരു പെസഹ തന്നെയാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഒരു ചിന്ത കൂടെ നമുക്ക് കടന്നു പോകാം. ഇന്ന് എൻ്റെ പെസഹ എങ്ങനെയാണ്? ഇന്ന് എന്താണ് എൻ്റെ പെസഹ? പാപമോചനം സ്വന്തമാക്കുന്ന പെസഹയാണോ ഞാനിന്ന് ആചരിക്കുന്ന പെസഹ? അതോ വെറും ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള പെസഹയാണോ? 1 കൊരിന്ത്യർക്കെതിരെ വായിച്ചു കേട്ടു ലേഖന ഭാഗം, അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ വീടുകളിൽ നിന്ന് ഭക്ഷിച്ചാൽ പോരെ. നിങ്ങൾ എന്തിനാണ് സഭയെ തുച്ഛീകരിക്കുന്നത്, വചനത്തെ തുച്ഛീകരിക്കുന്നത്? പറയുമ്പോൾ നിങ്ങൾ അപ്പം ഭക്ഷിക്കുവാനും പാനപാത്രം കുടിക്കുവാനും വന്നിട്ടുണ്ടെങ്കിൽ സ്വയം ശോധന ചെയ്ത് ആത്മാർത്ഥതയോടുകൂടെ, ചടങ്ങ് എന്നവണ്ണം ചിന്തിക്കാതെ ആത്മാർത്ഥതയോടുകൂടെ പെസഹയിലേക്ക്, തിരുവത്താഴത്തിലേക്ക് ഒന്ന് കടന്നു വരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ പഠിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 27-29 വാക്യങ്ങൾ നാം ഒന്ന് വായിക്കുമ്പോൾ എങ്ങനെയാണ് പെസഹ തിരുവത്താഴം ആചരിക്കേണ്ടതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. യോഗ്യമെണ്ണം പെസഹ ആചരിക്കണം, യോഗ്യതയോടുകൂടെ പെസഹ. 27-ാമത്തെ വാക്യം, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനാൽ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകുന്നു. നമുക്ക് നമ്മോട് ചോദിക്കാം, ഞാൻ ഇന്ന് തിരുവത്താഴത്തിലേക്ക് പോകാനായിട്ടാണ് വന്നത്, ഞാൻ യോഗ്യമായിട്ടാണോ തിരുവത്താഴം ആചരിക്കുന്നത്, അതോ അയോഗ്യമായിട്ടാണോ? എന്താണ് യോഗ്യത, എന്താണ് അയോഗ്യത? യോഗ്യത എന്ന് പറയുമ്പോൾ കർത്താവിനോടുകൂടെ ചേർന്ന് കർത്താവിൻ്റെ പാപമോചനം സ്വന്തമാക്കുക.
എൻ്റെ പാപങ്ങൾ ഏത് വലിയ പാപങ്ങളായിരുന്നാലും അത് എൻ്റെ ദൈവത്തോടു കൂടെ ഏച്ചു പറഞ്ഞ് ദൈവീകമായ അനുഗ്രഹം സമ്പാദിക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് പുരോഹിതൻ ഇങ്ങനെ ചോദിക്കുന്നത്, നിങ്ങളുടെ പാപത്തെ സംബന്ധിച്ച് നിങ്ങൾ മനഃപൂർവ്വമായി അനുഭവിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ അതെ എന്ന് പറയുക. പലപ്പോഴും ചടങ്ങ് നിർവഹണമായി കാലാകാലങ്ങൾ പറഞ്ഞു വരുന്നത് പോലൊക്കെ പറയാറുണ്ട്. പലപ്പോഴും ചടങ്ങ് നിർവഹണമായി ഒരു തിരുവത്താഴം ആചരിക്കുന്ന അനുഭവത്തിൽ നിന്നും ആത്മാർത്ഥതയുടെ തിരുവാത്താഴത്തിലേക്ക് ഇന്ന് രാത്രി നമുക്കൊന്ന് കടന്നു വരാൻ പ്രിയമുള്ളവരെ. ആത്മാർത്ഥമായി കർത്താവിൻ്റെ മേശയിലേക്ക് നമ്മുടെ മുട്ടുകൾ മടക്കാം. യോഗ്യതയോടുകൂടെ അയോഗ്യമായി അനുഭവിക്കുന്നവർക്ക് കർത്താവിൻ്റെ ശിക്ഷാവിധി ഉണ്ട് എന്ന് പറയുകയാണ്. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. ഓരോ തിരുവത്താഴത്തിൻ്റെയും ഒരുക്കത്തിലൊക്കെ പറയുന്നത് തന്നെയാണ്, തന്നെത്താൻ ശോധന ചെയ്യാം. ഞാൻ ആരാണ്? ഞാൻ എങ്ങനെയുള്ളവനാണ്? എൻ്റെ വാക്കെന്തായിരുന്നു? എൻ്റെ പ്രവൃത്തി എന്താണ്? എൻ്റെ ജീവിതം എന്തായിരുന്നു? ദൈവവചനത്തിനും ദൈവകൽപ്പനകൾക്കും അനുയോജ്യമായ ജീവിതമാണോ? തന്നെത്താൻ ഒന്ന് ശോധന ചെയ്യണം. എന്നെക്കുറിച്ച് എൻ്റെ ഹൃദയത്തെ ഞാനൊന്ന് കീറിമുറിക്കണം. എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സുകളെ വചനം കൊണ്ട് ഒന്ന് കീറിമുറിച്ച് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മകളുടെ അനുഭവത്തോടുകൂടെ കർത്താവിൻ്റെ മേശയിലെ തന്നെത്താൻ ശോധന ചെയ്ത് വേണം തിന്നുകയും കുടിക്കുകയും ചെയ്യുവാൻ. 29-ാമത്തെ വാക്യത്തിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ തിരുവത്താഴത്തിൽ എന്നെ പഠിപ്പിക്കുന്നത് യോഗ്യമായി പാപങ്ങളേറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മേശയിലേക്ക് വരണമെന്നാണ്. ശിക്ഷാവിധിക്ക് യോഗ്യമാകുന്ന അനുഭവത്തോടു കൂടെ വരുവാനായിട്ടല്ല, ചടങ്ങ് നിർവഹണത്തിൻ്റെ ഒരു തിരുവത്താഴം അനുഭവിക്കുവാനായിട്ടല്ല, ആത്മാർത്ഥതയോടുകൂടെ എൻ്റേതായ പാപങ്ങൾ, എൻ്റേതായ പാപജീവിതങ്ങൾ, എൻ്റേതായ പാപസ്വഭാവങ്ങൾ അത് എൻ്റെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, മനസ്സുകൊണ്ട് ഏറ്റുപറഞ്ഞ്, ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ്, അവിടെ കർത്താവിൻ്റെ സന്നിധി ഞാൻ നിങ്ങളൊക്കെ ഏറ്റുപറഞ്ഞത് തന്നെയാണ്, കരുണയുള്ള ദൈവമേ, ഈ അഷ്ടപാപിയായ ഞാൻ അങ്ങയുടെ മുൻപാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ വാക്കുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും സ്വഭാവം കൊണ്ടും ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റുപറയുന്നു എന്നാണ് പറയുന്നത്. അത് ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യമാ. ഈ ഏറ്റുപറച്ചിലാണ് എന്നെ യോഗ്യമായി തിരുവത്താഴം അനുഭവിക്കുവാനായിട്ട് സഹായിക്കുന്നത്. പാപമോചനം കിട്ടുന്നത് കർത്താവിൻ്റെ ആൾത്താരയിൽ കൂടിയാണ്. ഒരു പാപമോചനം നമുക്ക് നൽകുന്നത് ഒരു മനുഷ്യനല്ല, ഒരു പുരോഹിതനല്ല. പാപമോചനം എൻ്റെ കർത്താവായ ത്രിയേക ദൈവത്തിന് എനിക്ക് സ്വന്തമാക്കിയാണ്. അവിടെ പുരോഹിതൻ പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ പുരോഹിതൻ എന്ന നിലയിൽ പുരോഹിതൻ നിന്റെ പാപത്തെ ക്ഷമിച്ചിരിക്കുകയാണ്. അപ്പൊ നിന്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ ദൈവം നിന്റെ പാപത്തെ ക്ഷമിക്കുന്ന ഒരു പുരോഹിതനിൽ കൂടെയാണ്. അപ്പോൾ ആ ദൈവസന്നിധിയിൽ യോഗ്യമവണ്ണമുള്ള അനുഭവത്തോടുകൂടെ എൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വം കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പെസഹയിൽ ഒന്ന് കടന്നു വരുവാൻ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പെസഹ എന്നെ പഠിപ്പിക്കുന്നത് പാപത്തുള്ള ഒരു വിടുതലിൻ്റെ ഓർമ്മയാണ്. പെസഹ എന്നെ പഠിപ്പിക്കുന്നത് കൂട്ടായ്മയോടുകൂടെ ആചരിക്കുവാൻ നൽകുന്നതിൻ്റെ ഒരു ഓർമ്മയാണ്. പെസഹ എന്നെ പഠിപ്പിക്കുന്നത് പാപമോചനം സ്വന്തമാക്കുന്നതിൻ്റെ ഒരനുഭവം തന്നെയാണ്. ഒറ്റക്കൊടുക്കുന്നവനും തള്ളിപ്പറഞ്ഞവനും ഒറ്റപ്പെടുത്തിയവരും ഒരുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചതാണ് പെസഹ. ഒറ്റക്കൊടുത്തവനും തള്ളിക്കളഞ്ഞവനും ഒറ്റപ്പെടുത്തിയവരും ഒരുപോലെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചതാണ് പെസഹ. ഈ രാത്രിയിൽ ആ സ്നേഹം നമുക്കൊന്ന് അനുഭവിക്കാം. കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കാം. ഇന്ന് നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ മേശയിൽ അംശികളാകുവാൻ 5 പേരെ കൂടെ കർത്താവ് നൽകുകയാണ്. ഈ 5 പേരും കഴിഞ്ഞ 3 മാസക്കാലം കൊണ്ട് അവർ പഠിച്ചു, തിരിച്ചറിഞ്ഞു എന്താണ് തിരുവത്താഴം, അതിലെന്ത് കിട്ടുന്നുണ്ട്, അതിൽ കൂടെ എനിക്ക് എന്ത് സ്വന്തമാക്കുവാൻ കഴിയും, തിരുവത്താഴത്തിൻ്റെ അനുഗ്രഹം, തിരുവത്താഴത്തിൻ്റെ ശക്തി, തിരുവത്താഴത്തിൻ്റെ ഫലം, ഇതൊക്കെ അവർ പഠിച്ചു. അവർ നിങ്ങളെപ്പോലെ കർത്താവിൻ്റെ ശരീരത്തിൽ അംശികളാക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം.
അവിടെ ഇനിയുള്ള നാളുകൾക്ക് വേണ്ടി, ജീവിതത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവരിൽ ഒത്തിരിയേറെ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടാകാം. അവിടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിന് വേണ്ടി നമുക്കും അവർക്ക് വേണ്ടി ദൈവത്തോടു കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. അതിലുപരിയായി നമുക്ക് ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ടി അവരവരുടെ പാപത്തെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിനോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വിളിക്കുക, വരുവിൻ, വാങ്ങി ഭക്ഷിപ്പൻ. നമ്മളെല്ലാവരെയും കർത്താവ് അൾത്താരയിലേക്ക് വിളിയും. മാറി നിൽക്കുവാനായിട്ടല്ല, നിൻ്റെ പാപങ്ങൾ പറഞ്ഞുകൊണ്ട്, നിൻ്റെ അകൃത്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ആൾത്താര് മുൻപിൽ വന്ന് നിൻ്റെ കണ്ണുനീർ നീ ചുരിയുകയാണെങ്കിൽ അതിന് പ്രതിഫലം നൽകുവാൻ മതിയായവ ആ കർത്താവ് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ മതിയായവൻ തന്നെയാണ്. ആ ഒരു വിശ്വാസത്തോടുകൂടെ ഇന്നത്തെ പെസഹ ആചരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് പരസ്പരം നമ്മുടെ സമാധാനങ്ങളൊന്ന് കൈമാറാം. നമുക്ക് പരസ്പരം കൈകൾ കോർക്കാം. സമാധാനമെന്ന് പറയുവാനായിട്ട് നമുക്കൊന്നൊരുങ്ങാം. കർത്താവായ ക്രിസ്തു യോഹന്നാൻ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം ചെയ്യുവനെന്നാണ്. പെസഹയിൽ ഓർമ്മപ്പെടുത്തുന്നതും പരസ്പരം സമാധാനത്തിൻ്റെ അംശങ്ങളായി, പരസ്പരം സ്നേഹത്തിൻ്റെ അംശങ്ങളായി, സഹോദര്യത്തിൻ്റെ അംശങ്ങളായി, സന്തോഷത്തിൻ്റെ അംശങ്ങളായി നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനർക്രമീകരിക്കുവാനായി ഈ പെസഹ രാത്രി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആയതുകൊണ്ട് ചടങ്ങ് നിർവ്വഹണമായി തിരുവത്താഴത്തിലേക്ക് വരാതെ ആത്മാർത്ഥമായി നിൻ്റെ പാപങ്ങളെ നിന്നെ അറിയുന്ന, നിന്നെ കേൾക്കുന്ന നിൻ്റെ ദൈവത്തോട് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മേശയിലേക്ക് നമുക്ക് കടന്നു വരാം. ആയതുകൊണ്ടാണ് പല തിരുവത്താഴങ്ങളും ഇങ്ങനെ പറയാറുണ്ട്, പാപം പറയാത്ത ആരും, പാപമോചനം സ്വന്തമാക്കാത്ത ആരും തിരുവത്താഴത്തിലേക്ക് പ്രവേശിക്കരുതെന്ന്. കത്തോലിക്ക സഭയിൽ പല ആരാധനകളിലൊക്കെ നാം പങ്കുചേർന്നിട്ടുണ്ട്. അവിടെ പങ്കുചേരുമ്പോൾ അവസാന തിരുവത്താഴത്തിലെ പ്രവേശിക്കും പുരോഹിതൻ പറയുന്നൊരു കാര്യമുണ്ട്, കുമ്പസാരിക്കാത്തവർ എന്ന് പറയുമ്പോൾ പാപം പറയാത്തവർ, പാപം പറഞ്ഞ് പാപമോചനം സ്വന്തമാക്കാത്ത ആരും തന്നെ കർത്താവിൻ്റെ മേശയിലേക്ക് വരരുതെന്ന. അത് അങ്ങനെ പറയാതെ വരുന്നത് അതിനർത്ഥമാക്കുന്നത് അയോഗ്യമായി തിരുവത്താഴം അനുഭവിക്കുന്നതാണ്. അപ്പോൾ യോഗ്യമായി തിരുവത്താഴം അനുഭവിക്കുമ്പോൾ ഞാൻ എൻ്റെ പാപത്തെ ദൈവത്തോട് പറയുന്നത് മുഖാന്തരമാണ്. ദൈവത്തോട് പറയുമ്പോൾ ദൈവം എനിക്ക് പാപമോചനം നൽകുന്നത് പുരോഹിതനിൽ കൂടെയാണ്. അപ്പോൾ പുരോഹിതൻ നിങ്ങളുടെ പാപമോചനം നൽകി നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗം നിങ്ങളുടെ പാപം ക്ഷമിച്ചത്, ഞാൻ നിങ്ങളുടെ പാപം ക്ഷമിച്ചൊന്നല്ല, ഒരു പുരോഹിതൻ നിങ്ങളുടെ പാപം ക്ഷമിച്ചൊന്നല്ല, അതിലുപരിയായി സ്വർഗം പറയുക, ഞാൻ നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. വിശ്വാസത്തോടുകൂടെ ഒന്ന് പോകുക. കഴിഞ്ഞ നോമ്പ് നാളുകളിലൊക്കെ ഞാൻ പഠിപ്പിച്ചത് തന്നെയാണ്, മനസ്സിലാക്കിയത് തന്നെയാണ്. ഇനിമേൽ പാപം ചെയ്ത് ഈ പെസഹയുടെ രാത്രിയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ചേർത്ത് വെക്കാം ആ ഒരു വാക്ക്, ഇനിമേൽ പാപം ചെയ്യരുത്. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ ആ തിരുവത്താഴത്തിലേക്ക് ആത്മാർത്ഥമായി നമുക്കൊന്ന് പങ്കുചേരാം. നമ്മുടെ വീഴ്ചകളെ പറയാം. പരസ്പരം ഈ ആരാധനകൾ അവസാനിച്ചു പോകുമ്പോൾ നമുക്ക് പരസ്പരം ഒന്ന് സമാധാനം പറയാം. നമ്മുടെ കൈകൾ കോർക്കാം, പരസ്പരം സമാധാനം പറയാം. സമാധാനത്തിൻ്റെ വ്യക്തിത്വങ്ങളായി നമുക്കൊന്ന് മടങ്ങി പോകാം. നിമിഷങ്ങൾ കഴിയുമ്പോൾ കാൽവരിയിലേക്കുള്ളൊരു യാത്രയെ ഞാനും നിങ്ങളും, കാൽവരിയിലേക്ക് നിങ്ങളൊന്നിച്ച് ക്രൂശിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുക. ആ യാത്രയിൽ കൂടെ എനിക്ക് ലഭ്യമാകേണ്ട അനുഗ്രഹങ്ങളെ സ്വന്തമാക്കുവാനും ഈ പെസഹ രാത്രി ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങാം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. സകല ബുദ്ധിയും കവിയും ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിലവിളെ ക്രിസ്തേശങ്ങൾ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ നമുക്ക് എഴുന്നേൽക്കാം, ധർമ്മശേര വാക്യങ്ങൾ പാടി പ്രാർത്ഥിക്കാം. തിരികെ താരേണമേ
മനസ്സൊരുക്കമുള്ള എന്നെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, കരുണ നിറഞ്ഞ പിതാവായ ദൈവമേ, അനുതാപത്തിൻ്റെ ഹൃദയങ്ങളെ കാണുകയും ദുഃഖിതൻ്റെ ആഗ്രഹത്തെ അവഗണിക്കാതെ ദുഃഖം മാറ്റി സന്തോഷം നൽകി സകല കഷ്ടതകെന്നും മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ ക്രിസ്തു എന്ന രക്ഷകനെ ഞങ്ങൾക്ക് നൽകിയ നാഥ, പാപം മോചിക്കപ്പെടുന്ന തിരുവത്താഴമെന്ന സാക്രമെൻറ്റിലേക്ക് ഈ പെസഹ രാത്രി ആത്മാർത്ഥതയോടുകൂടെ പാപം ഏറ്റുപറഞ്ഞുകൊണ്ടും പാപമോചനം സ്വന്തമാക്കിക്കൊണ്ട് കടന്നു വരയണം എന്ന് അങ്ങയുടെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തുതി. വിമോചനത്തിൻ്റെ ഓർമ്മ പുതുക്കലായി ഇസ്രായേൽ ജനം പെസഹ ആചരിച്ചു. സജ്ജീകൃതമാകുന്ന ജീവിതങ്ങളെ ഒരുക്കപ്പെടുവാൻ ഈ പെസഹ നമ്മെ ഓർമ്മിപ്പിച്ചു. കൂട്ടായ്മയോടുകൂടെ തിരുവത്താഴത്തിലേക്ക് പങ്കുചേരുവാനായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പാപമോചനം തിരുവത്താഴത്തിലൂടെ സാധ്യമാകുന്നുണ്ട് എന്ന വചനവും ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതി. കർത്താവേ, യോഗ്യമായി അങ്ങയുടെ സന്നിധിയിൽ തിരുവത്താഴത്തിന് വേണ്ടി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അയോഗ്യതയോടുകൂടെ അല്ല, ഹൃദയം നുറുകെ, ശരീരം വിവേചിച്ച്, മനസ്സ് വിവേചിച്ചും ഹൃദയം വിവേചിച്ചു കൊണ്ട് തന്നെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവിധം അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റിക്കൊടുത്തവനും തള്ളിപ്പറഞ്ഞവനും ഒറ്റയ്ക്കാക്കിയവർക്കും ഒരുപോലെ പകർന്നു കൊടുത്തതായ ആ ശരീരവും രക്തവും ഇന്ന് രാത്രി ഈ ആൾത്താരിൽ കൂടെ സ്വീകരിപ്പാനായി ഞങ്ങൾ ഒരുങ്ങുന്നു. അവിടുത്തെ സ്നേഹം അനുഭവിപ്പാനായിട്ട് ഒരുങ്ങുന്നു. കൂടെ ഇരിക്കണം, അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ വചനത്തോടൊപ്പം ചേർന്ന് അങ്ങയുടെ മേശയിൽ വരട്ടെ. അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം, ജീവനും രക്ഷയും നൽകുമാറാകണം. പുതുതായി തിരുവത്താഴത്തിലേക്ക് ഭാഗമാകുവാൻ നിയോഗിക്കപ്പെട്ടവരെയും കർത്താവ് ആശീർവദിക്കുമാറാകണമേ. അവർ ദൈവസ്ഥനെ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യാദികൾ ഈ സഭാ മുൻപാകെ ഏറ്റുചൊല്ലുമ്പോൾ അത് പ്രാർത്ഥനയോടുകൂടെ ഏറ്റുചൊല്ലി കർത്താവിൻ്റെ അനുഗ്രഹം സമ്പാദിച്ച് അവിടുത്തെ ശരീരത്തിൽ അംശങ്ങളായി തീരുവാൻ കൃപയുണ്ടാകണം. അങ്ങയുടെ ശരീരത്തോടുകൂടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷം നിമിഷങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാക്കി തീർക്കണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. നമുക്കിരിക്കാം. ഈ സമയം പുതുതായി തിരുവത്താഴത്തിലേക്ക് പ്രവേശിപ്പാനായി കഴിഞ്ഞ നാളുകൾ പഠിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിക്കൊണ്ടിരുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടിയുള്ള സ്തുതീകരണ കർമ്മത്തിലേക്കാണ് നാം പ്രവേശിക്കുവാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് വേണ്ടി നമ്മുടെ കീർത്തന പുസ്തകത്തിൽ 295 കീർത്തനം നമുക്ക് ആലപിക്കാം. 295 പുതിയ കീർത്തന പുസ്തകം 323. ഈ കീർത്തനത്തിൽ ആദ്യത്തെ 4 ചരണങ്ങൾ നമുക്ക് ആലപിക്കാം. അതേസമയം തിരുവത്താഴത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ കർത്താവിൻ്റെ മുൻപിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടതാണ്. ജീവനേ നീ